അപ്പോൾ മറ്റു കുതിരകളെ മലത്തിയടിച്ചാൽ നിങ്ങൾക്ക് റാങ്കിൽ മുകളിൽ കയറാം. അങ്ങനെ മുകളിൽ കയറി ഏറ്റവും ടോപ്പ് എത്തിയാൽ നിങ്ങൾ ലീഡർ ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംഘത്തലവനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ശക്തി പരീക്ഷണമാണ് ഇതൊക്കെ. അപ്പൊ നമുക്കിനി കഥയിൽ കുറച്ച് മുൻപോട്ട് പോകാം. നിങ്ങളിപ്പോൾ നല്ല തണ്ടും തടിയും ഒക്കെ വെച്ച് ബാക്കിയുള്ള കുതിരകളെയൊക്കെ തോൽപ്പിച്ച് സംഘത്തലവനായിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു കൂട്ടം പെൺകുതിരകളെ കണ്ടുപിടിച്ച് അവരുടെ അധികാരം ഏറ്റെടുക്കുക. നല്ല കിടിലൻ ടാസ്ക്. അപ്പൊ ബാച്ചിലർ ലൈഫൊക്കെ ഉപേക്ഷിക്കാനുള്ള സമയമായി. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷണത്തിനിടയ്ക്ക് നിങ്ങൾ ഒരു കൂട്ടം ചെന്നായ്ക്കളെ കണ്ടുമുട്ടുന്നു. പക്ഷെ നിങ്ങളുമായി ഏറ്റുമുട്ടാൻ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അവർക്ക് ആകെ ഒരാൺകുതിര മാത്രമുള്ള ഏതെങ്കിലും കൂട്ടത്തിനോട് ഏറ്റുമുട്ടുന്നതാണ് ഇഷ്ടം. കാരണം സിംപ്ലി ഒരാളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നതാണ് എപ്പോഴും ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ. പോരാത്തതിന് ഒരാൾ മാത്രമാകുമ്പോൾ ചെന്നായ്ക്കൾ ജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാര്യമൊന്ന് ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നിയ നിങ്ങൾ ഓക്കെ പറഞ്ഞ് രണ്ടു കൂട്ടരും രണ്ടു കൂട്ടരുടെ വഴിക്ക് പോകുന്നു. പെൺകുതിരകൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ തിരച്ചിൽ വീണ്ടും തുടരുന്നു. അങ്ങനെ തിരഞ്ഞ് അവസാനം അതാ പോകുന്ന ഒരു കുതിരക്കൂട്ടം.